കേരളം ഉറക്കമുണർന്നത് അമ്പരപ്പിക്കുന്നൊരു മരണവാർത്ത കേട്ടുകൊണ്ടാണ്. കൊച്ചി തേവര കൊടുന്തുരുത്തിയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ യുവതിയുടെ മൃതദേഹം. കൊടുന്തുരുത്തി പള്ളിക്ക് സമീപം താമസിക്കുന്ന ജോർജിൻ്റെ വീട്ടുവളപ്പിലായിരുന്നു മൃതദേഹം. സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. യുവതിയെ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് പറഞ്ഞു. വീട്ടുടമ ജോർജ് കുറ്റം സമ്മതിച്ചു. കൊല്ലപ്പെട്ട സ്ത്രീ ലൈംഗിക തൊഴിലാളിയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് യുവതിയെ ജോർജ് വീട്ടിലെത്തിച്ചത്. കൊല്ലപ്പെട്ട സ്ത്രീയെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണെന്ന് ജോർജ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ സമയം ജോർജിൻ്റെ ഭാര്യയും മക്കളും വീട്ടിലുണ്ടായിരുന്നില്ല. യുവതിയും ജോർജും തമ്മിൽ പണത്തെ ചൊല്ലി തർക്കമുണ്ടായി. മദ്യലഹരിയിലായിരുന്നു ജോർജ്. തർക്കത്തിനിടെ ജോർജ് മുറിയിലുണ്ടായിരുന്ന കമ്പിയെടുത്ത് സ്ത്രീയുടെ തലയ്ക്കടിച്ചു. അടിയുടെ ആഘാതത്തിൽ യുവതി കൊല്ലപ്പെട്ടു. ജോർജിൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ മൃതദേഹം രാവിലെ കണ്ടത്. ശുചീകരണ തൊഴിലാളികളാണ് ആദ്യം മൃതദേഹം കണ്ടത്. മൃതദേഹത്തിനരികിൽ ജോർജ് ഇരുന്ന് ഉറങ്ങുകയായിരുന്നു. ശുചീകരണ തൊഴിലാളികൾ പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തി ജോർജിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം അറിഞ്ഞത്. വിശദമായ ചോദ്യം ചെയ്യലിൽ ജോർജ് കുറ്റം സമ്മതിക്കുകയായിരുന്നു. വീട്ടിനുള്ളിൽ വെച്ചാണ് ജോർജ് യുവതിയെ കൊലപ്പെടുത്തിയത്. ശരീരം ചാക്കിൽ കെട്ടി റോഡിൽ തള്ളാനായിരുന്നു പ്ലാൻ. മദ്യപിച്ച് അവശനായതിനാൽ ജോർജിന് അതിന് സാധിച്ചില്ല. തുടർന്ന് മൃതദേഹത്തിനരികിലിരുന്ന ജോർജ് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ചാക്ക് തിരഞ്ഞ് ജോർജ് നടന്നിരുന്നുവെന്ന് അയൽവാസികൾ പറഞ്ഞു. പുലർച്ചെ 4:30 തൊട്ടടുത്ത കടകളിൽ ചെന്ന് ജോർജ് ചാക്ക് തിരക്കിയിരുന്നു. പട്ടിയോ പൂച്ചയോ ചത്തുകിടക്കുന്നുവെന്നും മറവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുമാണ് ജോർജ് പറഞ്ഞത്. വളരെ തിരക്കേറിയ സ്ഥലത്താണ് മൃതദേഹം കണ്ടത്. ഹരിതകർമ്മ സേനാംഗങ്ങളാണ് വഴിയിൽ മൃതദേഹവും അതിനരികിൽ അബോധാവസ്ഥയിൽ ജോർജിനെയും കണ്ടത്. ആൾക്കാരെത്തിയപ്പോഴേക്കും തന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ജോർജ് ആവശ്യപ്പെട്ടത്രേ. അർദ്ധരാത്രിയോടെ കൊലപാതകം നടന്നെന്നാണ് പോലീസിൻ്റെ നിഗമനം. ചാക്കിൽ മൃതദേഹം കെട്ടി പുറത്തേക്ക് കൊണ്ടുവരുന്ന വഴി ജോർജ് തളർന്നു വീണതാകാമെന്നും പോലീസ് പറയുന്നു. ജോർജിൻ്റെ വീട്ടിൽ നിന്ന് പുലർച്ചെ ശബ്ദം കേട്ടിരുന്നതായി അയൽവാസികൾ പറയുന്നു. എന്നാൽ പൂച്ചയുടെ ശബ്ദമാണെന്ന് കരുതി പുറത്തിറങ്ങിയില്ലെന്നും അവർ പറയുന്നു. പ്രായമായ ആളുകളെ പരിചരിക്കുന്ന ജോലിയാണ് ജോർജിന്. മകന് UK-യിലാണ് ജോലി. മകളുടെ കുഞ്ഞിൻ്റെ പിറന്നാളിന് ഭാര്യ അവിടേക്ക് പോയി. അതിനാൽ കുറച്ച് ദിവസമായി ജോർജ് വീട്ടിലൊറ്റയ്ക്കാണ്.